നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ രാജ്യത്ത് സെൻസസ് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ളവർക്ക് ജൂൺ 30 വരെ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ സാധിക്കും. ഇതിനായി ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാൽ എല്ലാവരും ഇത് എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഓൺലൈനായി ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ടതില്ല. ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ വിവരങ്ങൾ നൽകിയാൽ മതിയാകും. എന്നാൽ പകൽ സമയങ്ങളിൽ വീട്ടിൽ മുതിർന്നവർ ഇല്ലാത്തവരോ കുട്ടികൾ മാത്രം ഉള്ളവരോ ഓൺലൈനായി തന്നെ വിവരങ്ങൾ നൽകുന്നതാണ് എന്യൂമറേറ്റർമാർക്കും നിങ്ങൾക്കും കൂടുതൽ സൗകര്യം. ഇത് എങ്ങനെ ചെയ്യാം എന്ന് സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്വയം വിവരങ്ങൾ നൽകുന്നതിനായി www.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനവും പ്രദേശവും തിരഞ്ഞെടുക്കുക. തുടർന്ന് ക്യാപ്ച കോഡ് നൽകി വിവരങ്ങൾ പൂരിപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും 2000 രൂപ ധനസഹായം ലഭിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ വാർഷിക മസ്റ്ററിംഗ് എന്ന പേരിൽ വാട്സ്ആപ്പ് വഴി ചില അറിയിപ്പുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. KYC ചെയ്യാത്തവർക്ക് തുടർന്ന് സഹായം ലഭിക്കില്ല എന്നത് ശരിയാണ്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യവ്യാപകമായിട്ട് അത്തരമൊരു KYC ക്യാമ്പയിൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും അങ്ങനെയൊരു ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വാർഷിക പുതുക്കൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് നോ എന്നായിരിക്കും കാണിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മളത് പുതുക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ അല്ലെങ്കിൽ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ഇത് ചെയ്യാവുന്നതാണ്. ഫോൺ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ആപ്പായ PM കിസാൻ ജിയോ ആയി, അതുപോലെ ആധാർ, ഫേസ് RD എന്നീ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് KYC പൂർത്തിയാക്കാവുന്നതാണ്. ഇക്കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായും ശ്രദ്ധിക്കുക. മാത്രമല്ല, മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോൺ വഴി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സാങ്കേതിക തകരാറുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കാനോ KYC പൂർത്തിയാക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക. CSC സെന്ററുകൾ വഴി ഇത് വളരെ വേഗത്തിൽ ചെയ്തു കൊടുക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മദ്യപിച്ച് മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ കർശനമാക്കി റെയിൽവേ ബോർഡ്. ഇനി മുതൽ ട്രെയിനുകളിൽ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ നിർബന്ധിത സാമൂഹിക സേവനവും ചെയ്യേണ്ടി വരും. ഇതു സംബന്ധിച്ച് 1989 റെയിൽവേ നിയമത്തിലെ ഭേദഗതികൾ ഉൾക്കൊള്ളുന്ന ജൻവിശ്വാസ് ഭേദഗതി ആക്ട് 2026 റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിലവിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർക്ക് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയോ ആയിരുന്നു ശിക്ഷ. എന്നാൽ പുതിയ നിയമപ്രകാരം ലഹരി ഉപയോഗിച്ച് വ്യക്തിയെ ട്രെയിനിൽ നിന്നും ഇറക്കിവിടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ഇതിനൊപ്പം 1000 രൂപ വരെ പിഴയും റെയിൽവേ പുതുതായി അവതരിപ്പിച്ച സാമൂഹിക സേവന ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ശല്യം തുടരുന്നവർക്കെതിരെ ഇതിലും ഉയർന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. മദ്യപാനത്തിന് പുറമെ ടിക്കറ്റ് ഇല്ലാത്ത യാത്ര, സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുകകളും റെയിൽവേ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്ക് യാത്രാക്കൂലിയും ഒപ്പം കുറഞ്ഞത് 500 രൂപ അധിക പിഴയായും ഈടാക്കും. തുകയൊടുക്കാൻ വിസമ്മതിച്ചാൽ മാത്രമേ ഇനി മുതൽ കോടതി നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ നിലവിലുണ്ടായിരുന്ന 500 രൂപ പിഴ കുത്തനെ കൂട്ടി 2500 രൂപയായി വർദ്ധിപ്പിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ കോടതി വഴി 5000 രൂപ വരെ പിഴ ഈടാക്കാം. കൂടാതെ യാത്രക്കാരുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ലംഘനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് യഥാക്രമം 1000 രൂപ, 2000 രൂപ എന്നിങ്ങനെ പിഴ ഈടാക്കുകയും തുക അടയ്ക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് ആശ്വാസകിരണം പദ്ധതി. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങൾ, വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിന് ചെറിയൊരു ധനസഹായം അല്ലെങ്കിൽ ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ്
കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പുതുക്കേണ്ട സമയമാണിത്. ജൂൺ മാസം 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്തു വേണം അപേക്ഷ നൽകാൻ. സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2018 ഏപ്രിൽ 1 ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കുന്നതിനായി വീണ്ടും പുതുക്കാനുള്ള അവസരവുമുണ്ട്. ഇതിനായി മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇത് ചെയ്യാൻ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ തന്നെയാണ് നമുക്ക് തുടർന്നും ലഭിക്കുക. VD സതീശൻ അവതരിപ്പിച്ച ഒന്നാം ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് പരാമർശങ്ങളില്ല. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനാൽ ഈ ഇടക്കാല ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 7 മാസത്തെ കാലാവധി മാത്രമുള്ള ഈ ബജറ്റിൽ പുതിയ മാറ്റങ്ങളില്ലാത്തതിനാൽ ഈ മാസവും അടുത്ത മാസങ്ങളിലും 2000 രൂപ തന്നെയായിരിക്കും പെൻഷനായി ലഭിക്കുക. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ 25 ആരംഭിച്ചേക്കും. ജൂൺ 23 ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26 മുഹറം പ്രമാണിച്ച് പൊതു അവധിയായതിനാൽ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും അവധിക്ക് ശേഷം തുടർന്നേക്കാം. എങ്കിലും ജൂൺ 25 തന്നെ തുക അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുഹറം അവധിക്ക് ശേഷം, അതായത് ജൂൺ 27, 28 തീയതികളിലായിരിക്കും വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ജൂലൈ 5 സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണമായും സജ്ജമാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി 10 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ, അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ സമർപ്പിച്ചാൽ മതി. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ചു കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിനെ പോലെ തന്നെ അതത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ളക്കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാണ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ 30 വരെ മാത്രമായിരിക്കും. റേഷൻ വാങ്ങാൻ ഇനി കേവലം 10 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ ഇനിയും ജൂൺ മാസത്തെ റേഷൻ കൈപ്പറ്റാത്തവർ എത്രയും വേഗം അത് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.